ഈശോ സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് അപകട സമ്പത്ത് അല്ലെങ്കിൽ അന്യായ സമ്പത്ത്. അതിൽ ഒളിഞ്ഞുകിടക്കുന്ന അപകടത്തെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരാകണം. അന്യായ സമ്പത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരപകടം ദൈവവചനം നമ്മെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ലീമായിലെ വിശുദ്ധ റോസ് അവർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. സഹനത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന നിധി കണ്ടെത്തിയവരാരും സഹനത്തെക്കുറിച്ച് പരാതി പരിഭവം പറയില്ല. ആ നിധി കണ്ടെത്താത്തത് കൊണ്ടാണ് ചെറിയ ചെറിയ സഹനങ്ങളുടെ മുമ്പിൽ പോലും നമ്മൾ പരാതി പരിഭവങ്ങൾ ഉയർത്തുന്നത്. അത് വേറൊരു വശം. ഇവിടെ നമ്മൾ കാണുന്നത് അന്യായ സമ്പത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു അപകടമുണ്ട്. ഒരു സ്ത്രീ സൂചിപ്പിച്ച ഒരു കാര്യം. എൻ്റെ ഭർത്താവിന് എന്നോടോ എൻ്റെ മക്കളോടോ ഒരു പരിഗണനയില്ല. ഞങ്ങളെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കില്ല. അതാണ് ഭർത്താവിൻ്റെ സ്വഭാവം. പക്ഷെ ഉണ്ടല്ലോ, പണം എന്ന് പറഞ്ഞ ചാവും. കാശുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യും, ഏത് മാർഗവും സ്വീകരിക്കും. കാശേ എന്നുള്ളൊരു ചിന്ത, അതാണ് എൻ്റെ ഭർത്താവിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ധനമോഹം തലയ്ക്ക് പിടിച്ചാൽ അത് നമ്മെ പല കെണിയിൽ അപകടത്തിൽ കൊണ്ട് എത്തിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. 1 തീമോത്തി 6-ാം അധ്യായം 9-ാമത്തെ വചനം. ധനമോഹികളാകുന്നവർ ധനസമ്പാദനത്തിൽ ഒരുപാട് ശ്രദ്ധ വയ്ക്കുന്നവർ കെണിയിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഒന്ന് വചന വെളിച്ചത്തിൽ വിചിന്തനം ചെയ്യാം. ഒന്നാമത്തേത്, അപകട സമ്പത്തും അനുഗ്രഹ സമ്പത്തും വേർതിരിച്ച് കാണാനുള്ള വിവേകം നമുക്കുണ്ടാകണം. നമുക്ക് വേണമെങ്കിൽ അനുഗ്രഹ സമ്പത്ത് സ്വന്തമാക്കാം, അപകട സമ്പത്തിന്റെ പുറകെ വേണമെങ്കിൽ പോകാം. ഇതെല്ലാം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. സുഭാഷിതങ്ങൾ 10-2-ാമത്തെ വചനം പറയുന്നത്, അന്യായ സമ്പത്ത് നമുക്ക് ഉതകുകയില്ല, ഗുണപ്രദമാകില്ലെന്ന്. അന്യായ സമ്പത്ത് അത് ഒരുപാടുണ്ടെങ്കിലും അത് നമുക്ക് ഉപകരിക്കത്തില്ല, ഗുണപ്രദമാകത്തില്ല. പ്രഭാഷകൻ 34-21 വായിച്ചാൽ അവർ പറയുന്നത്, അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. ആ സമ്പത്ത് തന്നെ പാപപങ്കിലമാണ്, പാപക്കറ പുരണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവരർപ്പിക്കുന്ന ബലി പങ്കിലമാണ് എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ആമോസ് 5-ാം അധ്യായം 11-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അന്യായ സമ്പത്ത് കൊണ്ട് മാളിക പണിയുന്നവൻ അതിൽ വസിക്കത്തില്ല. അതിന് ദൈവം അനുവദിക്കത്തില്ല. ഇനി എങ്ങാനും അവിടെ കയറി വസിച്ചാൽ തന്നെ അവിടെ സ്വൈര്യമായിട്ട്, സ്വസ്ഥമായിട്ട്, സന്തോഷമായിട്ട് അവിടെ വസിക്കില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജോബ് 20-ാം അധ്യായം 19-ാമത്തെ വചനം കൂടി എടുത്താൽ, നീ പണിയാത്ത മറ്റൊരാൾ പണിത ആ ഭവനം നീ പിടിച്ചെടുത്ത് അതിൽ നീ താമസിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നീ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ അത് സർപ്പവിഷമായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ അന്യായ സമ്പത്ത് കൈവശം വെച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകും എന്നുള്ളതല്ലേ അതിൻ്റെ സൂചന. ഇതോടൊപ്പം നമ്മൾ അനുഗ്രഹ സമ്പത്തിനെ കുറിച്ച് വചനം പറയുന്നതും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ചില സമ്പത്ത് അനുഗ്രഹ സമ്പത്താണ്, അതിനുവേണ്ടി നിലകൊള്ളുന്നത് വളരെ നല്ലതാണ്. മത്തായിയുടെ സുവിശേഷം 6:19 അവിടെ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ നിക്ഷേപം കൂട്ടിവെക്കുന്നതിനേക്കാൾ സ്വർഗത്തിന് വേണ്ടി നിക്ഷേപം കരുതി വയ്ക്കുക. അത് കീടങ്ങൾ നശിപ്പിക്കില്ല, കള്ളൻ മോഷ്ടിക്കത്തില്ല. അങ്ങനെയുള്ള സ്വർഗത്തിന് ഉപകരിക്കുന്ന നിക്ഷേപം നീ കൂട്ടിവെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കാ 18-22 വായിച്ചാൽ, ഒരു ചെറുപ്പക്കാരന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. അവൻ്റെ മനസ്സ് സമ്പത്തിലാണ് ഒട്ടിയിരുന്നത്. അവനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ സമീപിച്ചാൽ, എൻ്റെ പിന്നാലെ വന്നാൽ സ്വർഗത്തിൽ നിനക്ക് വലിയ നിക്ഷേപം ഉണ്ടാവും. പക്ഷെ അവനത് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവൻ്റെ ഹൃദയം ഒട്ടിയിരുന്നത് സമ്പത്തിലാണ്, ദൈവമാകുന്ന സമ്പത്തിൽ ആയിരുന്നില്ല. 1 കൊരിന്തോസ് 12-31 വായിച്ചാൽ ഉത്കൃഷ്ട ദാനങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ല സമ്പത്താണ്, ആത്മീയ സമ്പത്താണ്. മത്തായി 5:3 വായിച്ചാൽ, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ശരിക്കും അതിൻ്റെ അർത്ഥം എന്താ? ആത്മാവിൽ ദരിദ്രർ എന്ന് പറഞ്ഞാൽ നമ്മൾ കീറത്തുണി കൊടുത്ത് അല്ലെങ്കിൽ 10 പൈസ കയ്യിലില്ലാതെ നടക്കുന്നതല്ല. ആത്മീയ സമ്പത്തുള്ളവര് അവര് ഭാഗ്യവാന്മാരെന്നാണ് ദൈവവചനം പഠിപ്പിക്കുക. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും സുഭാഷിതങ്ങൾ 22-1-ാമത്തെ വചനം എടുത്താൽ, സൽപ്പേര് അളവറ്റ സമ്പത്തിനേക്കാൾ വിലയുള്ളതാണ്. ഇങ്ങനെയുള്ള ഉത്കൃഷ്ടമായ സമ്പത്ത് അത് നമുക്ക് ലക്ഷ്യം വെക്കാൻ സാധിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് ഏതാനും വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നല്ല സമ്പത്ത് നല്ലതാണ്. എല്ലാ സമ്പത്തും നമ്മൾ ചീത്തയാണെന്ന് പറയേണ്ട കാര്യമില്ല. അത് എനിക്ക് വേണ്ട, അത് ഒരിക്കലും ഞാൻ എടുക്കില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല. നല്ല സമ്പത്ത് നല്ലതാണ്. 2 കൊരിന്തോസ് 9:11 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവം നമ്മെ എല്ലാവിധത്തിലും സമ്പന്നരാക്കിയിരിക്കുന്നു. അത് നല്ല സമ്പത്താണ്, ദൈവം തന്ന സമ്പത്ത്. ദൈവം നമ്മെ അനുഗ്രഹിച്ച് സമ്പന്നരാക്കിയത്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഉദാരശീലരാകേണ്ടതിനാണ് എല്ലാവിധത്തിലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കിയിരിക്കുന്നത്. ഈ ഒരു ബോധ്യത്തോടു കൂടി ആ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ആ സമ്പത്ത് അവർക്ക് നല്ലതാണ്.
പക്ഷെ നമ്മൾ കാണുന്നുണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19 തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത ദൈവത്തിനുള്ളതാണ്. ആ സമ്പന്നതയിലേക്ക് ദൈവത്തിന് നമ്മെ നയിക്കാൻ പറ്റും. ആ സമ്പന്നത കൈനീട്ടി വാങ്ങുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ 13:24 അവിടെ പറഞ്ഞിരിക്കുന്നത് പാപവിമുക്തമെങ്കിൽ സമ്പത്ത് നല്ലതാണ്. പാപക്കറപുരണ്ട സമ്പത്താണ് അപകട സമ്പത്തായിട്ട് മാറുക. 29:11 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ അത്യുന്നതന്റെ കൽപ്പന അനുസരിച്ച് മാത്രമേ നീ സമ്പത്ത് ശേഖരിക്കാവൂ. അത് നല്ല സമ്പത്താണ്, ഒരിക്കലും അപകട സമ്പത്ത് ആകില്ല. പ്രഭാഷകൻ 11:21 നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ദരിദ്രരാണെങ്കിലും ഒരു കാര്യം ഓർത്തോണം, നമ്മെ സമ്പന്നരാക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. ഒരു ദരിദ്രനെ സമ്പന്നനാക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. അവസാനമാണ് നമ്മൾ ചിന്തിക്കുന്നത് അന്യായ സമ്പത്തിൽ അപകടം പതിയിരിക്കുന്നു എന്ന് വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതറിയാതെ പോയാൽ നമ്മൾ കെണിയിൽ അകപ്പെടും, അപകടത്തിൽ ചെന്ന് ചാടും. നമുക്ക് ഏതാനും വചനങ്ങൾ നമ്മൾ 1 തീമോത്തി 6:9 കണ്ടതാണ്. ധനമോഹികൾ കെണിയിൽ അകപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത്. യാക്കോബ് 1-ാം അധ്യായം 14-15 വായിച്ചാൽ ദുർമോഹം, ഈ അമിത സമ്പത്തുണ്ടാക്കണം എന്നുള്ള ദുർമോഹം അത് കയറിയാൽ അത് നിന്നെ മരണത്തിലേക്ക് നയിക്കും. ഒരുപാട് പാപത്തെ അത് പ്രസവിക്കും, അതിനുശേഷം അത് നിന്നെ മരണത്തിലേക്ക് നയിക്കും എന്നുള്ളത് ഈ വചനഭാഗം പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബ് 5:4 എടുത്താലോ, വേലക്കാർക്ക് കൂലി പോലും കൊടുക്കാതെ കണ്ട് നീ നിന്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചെങ്കിൽ നീ ചെയ്തത് കൊലയ്ക്ക് വേണ്ടി നിന്റെ ഹൃദയത്തെ നീ കൊഴിപ്പിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം അപകടം ക്ഷണിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ്. സുഭാഷിതങ്ങൾ 20:17 വഞ്ചനയിലൂടെ നേടിയ ആഹാരം ആദ്യം മതിരിച്ചേക്കാം, പിന്നീട് വായിൽ ചരൽ നിറയും. സുഭാഷിതങ്ങൾ 21:6 വചനം ഈ വ്യാജം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. 22-ാം അധ്യായം 16 വചനം പറയുന്നുണ്ട് ദരിദ്രരെ ഞെരുക്കി സമ്പന്നരാക്കുന്നവർ ദാരിദ്ര്യത്തിൽ അകപ്പെടും. അവിടെ എല്ലാം ഒരു അപകടം പതിയിരിപ്പുണ്ടെന്ന് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ധനമോഹികളുടെ മാനസാന്തരം നമുക്ക് ഒരു കോമൺ നിയോഗമായി വെച്ച് പ്രാർത്ഥിക്കാം. സർവ്വ നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.